നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പുട്ടി സ്പ്രേ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ആ വീഡിയോയുടെ കമൻറ്റിൽ കുറേ ആളുകൾ ചോദിച്ചിരുന്നു, എമേഷൻ ഈ മെഷീൻ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ വീഡിയോ അല്ലെങ്കിൽ ഏത് വീഡിയോ ആണെങ്കിലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലുള്ള പല ചോദ്യങ്ങളാണ്, മെഷീൻ എന്താണ് വില, മെഷീൻ വാടകയ്ക്ക് കൊടുക്കുമോ, കോണ്ടാക്ട് നമ്പർ തരൂ, അങ്ങനെ തുടങ്ങിയ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ വീഡിയോ പൂർണ്ണമായി കാണുമ്പോൾ അങ്ങനെ സംശയങ്ങളൊക്കെ അവിടെ അവസാനിക്കും. കാരണം വീഡിയോയിൽ പൂർണ്ണമായും കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതിൽ പറയാതെ വിട്ടുപോയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ആ കാര്യങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് മറുപടി ആയിട്ടും തരാം. അപ്പോൾ നമ്മൾ നേരെ വിഷയത്തിൽ കിടക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എയർലെസ് സ്പ്രേയെക്കുറിച്ചാണ്. എയർലെസ് സ്പ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ എയർലെസ്, അതായത് കാറ്റ് ഇല്ലാത്ത സ്പ്രേ. ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഗണ്ണിലൂടെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് മെറ്റീരിയലാണ് വരിക, എയർ ഉണ്ടാവില്ല. അതായത് കംപ്രസറിൻ്റെ ആവശ്യമില്ലാത്ത എയർലെസ് സ്പ്രേ ആണ്. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന മെഷീൻ അത് കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മെഷീനാണ്. ഏകദേശം 1,50,000-60,000 രൂപ റേഞ്ച് ആണ് ഈ മെഷീൻ്റെ വില വരുന്നത്. ഒരു 4-5 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു മെഷീനാണ്. ഒരു വീടിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും നമുക്ക് ഒരു ദിവസം കൊണ്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? സിമ്പിളായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യം ഒന്ന് മെഷീനെ പരിചയപ്പെടാം. ഈ ഒരു മെഷീനിൻ്റെ കവറേജ് കമ്പനി പറയുന്നത് 10,000 സ്ക്വയർ മീറ്ററാണ്. ഒരു ദിവസം കറണ്ടൊക്കെ ഉണ്ട്, നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ 10,000 സ്ക്വയർ മീറ്റർ ഏരിയ നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോവാണ്. സ്റ്റോപ്പ് വാച്ച് ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട്. കാരണം ഒരു 5 മിനിറ്റ് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് എത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ള പുട്ടി സ്പ്രേ ചെയ്യുന്ന മെഷീൻ്റെ സെയിം കമ്പനിയുടെ മെഷീൻ തന്നെയാണ് ഈ മെഷീനും. അമേരിക്കൻ നിർമ്മിത മെഷീനാണ്. ഏകദേശം 1.5 ലക്ഷം രൂപയാണ് ഇതിന് വില വരുന്നത്. അതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുള്ള ഈ ഓസ് വഴിയാണ് പെയിൻറ്റ് മെഷീൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്ത് ഫിൽട്ടർ ചെയ്തതിന് ശേഷം ബക്കറ്റിലേക്ക് ഈ ഓസ് എടുത്തു വെക്കണം. ശേഷം മെഷീൻ ഓണാക്കുന്ന സമയത്ത് മെഷീൻ്റെ ഉള്ളിലേക്ക് എമേഷൻ കയറും. കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഇതാണ് മെഷീൻ്റെ ഗണ്ണ്. മെഷീനിൽ നിന്ന് ഡയറക്റ്റ് പൈപ്പ് വഴിയാണ് ഗണ്ണിലേക്ക് പെയിൻ്റ് എത്തുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ എയർലെസ് ആണ്, എയർ ഉണ്ടാവില്ല, ഡയറക്റ്റ് മെറ്റീരിയലാണ് ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ഈ ഗണ്ണിലൂടെ പുറത്തേക്ക് വരിക. പെയിൻറ്റിലുള്ള ചെറിയ തരികളൊക്കെ കളയാൻ വേണ്ടിയിട്ട് എമേഷൻ സ്കിന്നുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഫിൽറ്റർ കൊണ്ടോ നമ്മൾ എമേഷൻ ഫിൽറ്റർ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള എമേഷനിലേക്ക് നമ്മൾ പെയിൻറ്റ് മെഷീൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള ആ പൈപ്പ് ഇറക്കി വെക്കുക. 2 പൈപ്പുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ശേഷം നമ്മൾ ഇവിടെ മെഷീൻ്റെ സ്വിച്ച് ഇതാണ്, അത് ഓണാക്കി കഴിഞ്ഞിട്ട് മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാൽവ് ഇടത്തോട്ട് തിരിച്ചു വെക്കണം. അങ്ങനെ ഇടത്തോട്ട് തിരിച്ചു വെക്കുന്ന സമയത്ത് ഈ കാണുന്ന പൈപ്പിലൂടെ മെഷീൻ്റെ ഉള്ളിലുള്ള വെള്ളം ഒക്കെ മുഴുവൻ ഈ എമേഷനിലേക്ക് വരും. അങ്ങനെ മെഷീൻ മുഴുവൻ എമേഷൻ കൊണ്ട് നിറയും. അങ്ങനെ വാൽവ് നേരെ ഗണ്ണിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഗണ്ണ് ലോഡാവും. അപ്പോൾ പൈപ്പ് വൈബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഹെഡ് നമ്മുടെ ഹൊറിസോണ്ടലാണ് ഹൊറിസോണ്ടൽ, അല്ലെങ്കിൽ വെർട്ടിക്കലാണ് വെർട്ടിക്കലിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ തുടങ്ങാം.
വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് സാമ്പിൾ അടിച്ച് കാണിച്ച് തരാൻ പോകുന്നത്. മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ സ്റ്റോപ്പ് വാച്ച് ഇവിടെ ഓൺ ആക്കുന്നുണ്ട്. അപ്പോൾ അടി തുടങ്ങിയാണ്. ഒരു 2-3 സെക്കൻഡ് നമുക്ക് നഷ്ടമാണ്, അത് കുഴപ്പമില്ല. 4 സെക്കൻഡ്, 5ാമത്തെ സെക്കൻഡിൽ അടി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇത് എയർലെസ് സ്പ്രേ ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് കാണാം. ഫീലിംഗ് തീർത്തോ? നിർത്തിക്കാം. വാച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ചുമര് ഞാൻ അടിക്കുന്നത്. അപ്പോൾ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം.
കേവലം 5 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഈ കാണുന്നത്. 5 മിനിറ്റ് കൊണ്ട് ഇത്ര ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ ഉൾഭാഗവും പുറംഭാഗവും ഒരു ദിവസം കൊണ്ട് പെയിൻ്റ് അടിച്ച് തീരുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വീടിൻ്റെ ഉള്ളിലുള്ള സ്വിച്ച് ബോർഡുകൾ, ജനൽ, വാതിൽ അതൊക്കെ എമേഷൻ അടിക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായും കവർ ചെയ്യണം, അല്ലെങ്കിൽ അതിലൊക്കെ പാറി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റൂം പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും 8 മിനിറ്റ് 9 മിനിറ്റ് സമയം കൊണ്ട് നമുക്കൊരു വീടിൻ്റെ ഒരു റൂമിൻ്റെ ഉൾവശം മുഴുവൻ പെയിൻറ്റ് ചെയ്ത് തീരാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള പോർച്ചിൻ്റെ മുകളിലുള്ള സെയിം ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലെ നിലയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം മുഴുവനും ഈ ഐവറി കളർ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളർ അടിച്ചിട്ടുള്ള മുഴുവൻ ഏരിയയും 5.5 മണിക്കൂർ സമയം കൊണ്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. സ്വിച്ച് ബോർഡുകൾ മറയ്ക്കൽ, അതുപോലെ ജനൽ മറയ്ക്കുക, വാതിൽ മറയ്ക്കുക, ഇതൊക്കെ കവർ ചെയ്യത് നിർബന്ധമാണ്. ഇതൊക്കെ കവർ ചെയ്തതിന് ശേഷം വെറും 5.5 മണിക്കൂർ കൊണ്ട്, അതായത് ഒരു ദിവസത്തിൻ്റെ പകുതി സമയം കൊണ്ടാണ് ഇത്രയും ഏരിയ ഇവർ പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ വീടും ഇതുപോലെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് വർക്ക് തീർക്കണമെങ്കിൽ മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ഈ പെയിൻറ്റിങ് കോൺട്രാക്ടറുമായി ബന്ധപ്പെടുക. അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ താഴെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.